ഈ കാറ് പുതിയതാണോ? അല്ല. എന്നാൽ ഈ കാറ് പുതിയതാണോ? അല്ല. അപ്പോൾ ചെറിയൊരു സ്പെഷ്യൽ എഡിഷൻ അപ്ഡേറ്റും കളർ അപ്ഡേറ്റും ആണോ? അല്ല. ഈ രണ്ട് കാറിലും ഡീസൽ എഞ്ചിൻ മാത്രമല്ലേ ഉള്ളൂ? അതെ. അപ്പോൾ ഡൽഹിക്കാർ ഹാപ്പി ആവോ? അതും ആവും. എന്നാൽ ഈ രണ്ട് കാറിലും സിയർ ഉണ്ടെന്നാണോ? അതെ. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിഹാൽ റാഷിദ്. ഓൾ മൈ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. ഹാരിയർ വിപണി വന്നിട്ട് ഏകദേശം 5 വർഷത്തിന് മുകളിലായി. തൊട്ട് പിന്നാലെ സഫാരിയും വന്നു. ബട്ട് ഇന്ന് വരെ ഈ രണ്ടിലും ഒരു ഡീസൽ എഞ്ചിൻ മാത്രമായിരുന്നു. ബട്ട് ഇനി അങ്ങനെയല്ല. രണ്ടിലും ടാറ്റ ആദ്യമായിട്ട് ഒരു പെട്രോൾ എഞ്ചിൻ കൊടുത്തിരിക്കുകയാണ്. വെറും ഒരു പെട്രോൾ എഞ്ചിനല്ല, 1.5 ലിറ്റർ ഹൈപ്പീരിയോൺ TGDI അഥവാ ടർബോ പെട്രോൾ. ഇത് നിങ്ങൾ സിയറയിൽ കണ്ടിട്ടുണ്ടാവും. സോ ആ എഞ്ചിൻ ഇതിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റ ഹാരിയറിലും സഫാരിയിലും 2 അപ്ഡേറ്റ് ഉണ്ട്. അതിൽ 1 എന്താണെന്ന് വെച്ചാൽ ഈ നൈട്രോ ക്രിംസൺ റെഡ് ആണ്. ഇതൊരു യുണീക്ക് ഷെയ്ഡ് ഓഫ് കളറാണ്. ഇത് നല്ല സൺലൈറ്റ് വരുമ്പോൾ ഒരു ഓറഞ്ച് ഹ്യൂസും നൈറ്റ് ടൈം ആണെങ്കിലും ഡിഫറെൻറ്റ് കളേഴ്സ് തരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക്ഡ് ഔട്ട് എലമെൻസും അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക്ഡ് ഔട്ട് 18 ഇഞ്ച് അലോയ് വീൽസുമാണ് ഈ കളറിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ്ലി കിട്ടുന്നത് ഒരു റാദർ ബെറ്റർ ലുക്കിംഗ്, എൻ്റെ അഭിപ്രായത്തിലാണ് കേട്ടോ, ഒരു റെഡ് ഡാർക്ക് എഡിഷനാണ്. ഇത് 2 കാറിലും വരുന്നുണ്ട്, ബോത്ത് ഓഫ് ദി കളേഴ്സ്. ഇറ്റ് ഗെറ്റ്സ് കണ്ടോ ഇതുപോലത്തെ റെഡ് ആക്സൻസ് ഇതിൽ നൈസായിട്ട് സഫാരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ന്യൂ ബ്ലാക്ക് അലോയ്സ്, അതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സ്, ഡാർക്ക് എഡിഷൻ്റെ ക്രോം എംബ്ലം, സഫാരിയുടെ റെഡ് ബാഡ്ജിങ്. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിട്ട് സഫാരിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇൻ റെഡ്. ബാക്കി അപ്ഡേറ്റ്സൊക്കെ അകത്താണ്. സോ ലെറ്റ്സ് ജംപ് ഇൻ. ഇപ്പോൾ ഇൻറ്റീരിയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട് പരിചിതപ്പെട്ട ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. ബട്ട് ദർ ആർ ന്യൂ ഫീച്ചേഴ്സ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 14.5 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ, സാംസങ് OLED സ്ക്രീനാണത്. ഇത് ടാറ്റ ഹാരിയർ EVയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഐസ് വേരിയൻസിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹാരിയർ EVയിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ ഡിജിറ്റൽ IRVM ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ഇത് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. കാരണം റിഫ്ലക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, കുറച്ച് ഡിസ്ട്രാക്റ്റിംഗ് ആണ്. ബട്ട് ഇതിലൊരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. ഈ ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാം റെക്കോർഡറായിട്ടും ഇത് വർക്ക് ചെയ്യും. അത് ശരിക്കും ഗുണമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈറ്റൻ ബ്രൗൺ ഡാഷ്ബോർഡ് ലേഔട്ടാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓയിസ്റ്റർ വൈറ്റ് സീറ്റാണുള്ളത്. പിന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു പ്രീമിയം കാറിലുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ റിവേഴ്സിലിടുമ്പോൾ ഓട്ടോ ഡിപ്പിംഗ് ORVM. ദാറ്റ് ഈസ് എ ഗുഡ് ഫീച്ചർ. അത് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ താഴത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ നല്ല ഫീച്ചറാണ്. പിന്നെ മറ്റൊരു പ്രീമിയം ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ റിയർ ക്യാമറ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ മഴയത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചളി പിടിക്കും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഒരു വാഷർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഹാരിയർ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിലൊരു ഫിയർലെസ് അൾട്ര എന്ന് പറയുന്ന ഒരു ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഫിയർലെസിൻ്റെ മുകളിലൊരു വേരിയൻറ്റും കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിയർലെസ് അൾട്ര റെഡ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റ് കൂടി വരുന്നുണ്ട്. ആ റെഡ് ഡാർക്കിൽ ഈ റെഡ് ഡാർക്ക് എഡിഷനിൽ നമ്മൾ കാണുന്ന എലമെൻറ്റ്സ് ഒക്കെ ആഡ് ആവും. ഇനി നമുക്ക് സഫാരിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ നമ്മളുള്ളത് സഫാരിയുടെ ഇൻറ്റീരിയേഴ്സിൻ്റെ അകത്താണ്. ആൻഡ് ഇത് റെഡ് ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഒരു ഡാർക്ക് തീമാണ് മൊത്തത്തിൽ. പിന്നെ അതേപോലെ റെഡ് ആക്സൻസും. അതിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് നോക്കിയാൽ തന്നെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട്. ആ ഡുവൽ ടോൺ സംഭവങ്ങളൊന്നുമില്ല, ഫുൾ ബ്ലാക്ക് ആണ്. അതുപോലെ ഈ ഡാഷ്ബോർഡിൻ്റെ ഇവിടെയും റെഡ് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. ഈ ഗ്രാബ് ഹാൻഡിൽസ് റെഡ് ആയിട്ടുണ്ട്. എന്നാൽ ഡ്രൈവർ സൈഡത്തത് ഇപ്പോഴും ബ്ലാക്ക് തന്നെയാണ്. പിന്നെ സീറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിലും ആംബ്രസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിലും അവരിതിന് വിളിക്കുന്നത് കർണീലിയൻ റെഡ് ലെതറഡ് സീറ്റ്സ് എന്നാണ്. അപ്പോൾ ഇറ്റ്സ് ലുക്സ് അത്യാവശ്യം നല്ല രസമുണ്ട്. ഡയമണ്ട് പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ ഹെഡ് റെസ്റ്റിൻ്റെ മുകളിൽ #ഡാർക്ക് എന്നുള്ള അവിടെ എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് ഫീച്ചർ ഹാരിയറിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ദ സെയിം ഹാരിയർ EVയിൽ വന്നിട്ടുള്ള 14.5 ഇഞ്ചിൻ്റെ സാംസങ് OLED ഇൻഫോർടൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഡിജിറ്റൽ IRVM വന്നിട്ടുണ്ട്. ദ സെയിം ഓട്ടോ ഡിപ്പിംഗ് ORVMസും വന്നിട്ടുണ്ട്. അത് രണ്ടും വളരെ യൂസ്ഫുൾ ഫീച്ചറാണ്, നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ബാക്ക് സീറ്റിലേക്ക് പോകാം. അവിടെയാണ് മറ്റു ഫീച്ചേഴ്സ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ റിയർ സീറ്റ്സിൽ നോക്കുകയാണെങ്കിൽ 2 കാറിലും വരുന്നൊരു ഫീച്ചറാണ് ഈ കാണുന്ന സൂപ്പർ കംഫർട്ടബിൾ ഹെഡ് റെസ്റ്റും.
പിന്നെ ഈ ആണ് സൺബ്ലൈൻസും. ഇത് രണ്ടും ഇന്ത്യൻ കാർസിലും SUVസിലൊക്കെ പ്രത്യേകിച്ച് എന്തായാലും വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നമ്മൾ സഫാരിയിൽ അറിയുന്ന പോലെ തന്നെ ബോസ് മോഡ് സീറ്റ്സ് ആണ്. ആൻഡ് ഹാരിയറിൽ ആ സാധനം നിങ്ങൾക്ക് കിട്ടില്ല. അതർവൈസ് എല്ലാം സെയിം തന്നെയാണ്. മുന്നത്തെ സഫാരിയിലും ഹാരിയറിലും വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ എടുത്ത് വീണ്ടും പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് നോക്കാം. ബിക്കോസ് അതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പം ഓടിച്ച് നോക്കാം. സോ നമുക്ക് ഡ്രൈവ് തുടങ്ങാം. 5 വർഷത്തിന് ശേഷം ടാറ്റ ഹാരിയർ ഇറങ്ങിയിട്ട് 5 വർഷമായി അല്ലേ, വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന് ശേഷമാണ് അവരൊരു പെട്രോൾ എഞ്ചിൻ കൊണ്ടുവരുന്നത്. എന്താണ് NGT? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. 10 വർഷം കഴിഞ്ഞാൽ ഡീസൽ വണ്ടികളൊന്നും ഡൽഹി നിരക്കിൽ ഇറക്കാൻ പാടില്ല. ഒന്നെങ്കിൽ സ്ക്രാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വിൽക്കണം പുറത്തേക്ക്. സോ ആ ഒരു കാരണം പേടിച്ചിട്ട് മാത്രം ഡൽഹിയിൽ ആരും ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഹിറ്റാവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഹാരിയർ ഓർ സഫാരി അങ്ങനെ. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിന് 1 ടച്ച് വിൻഡോ ഡൗൺ ഒരു വിൻഡോസിനും വരുന്നില്ല. അതായത് ഓൾ 4 വിൻഡോസും നോർമൽ ആയിട്ടുള്ള തന്നെയാണ്. ചെറിയൊരു ഇതാണ്, പക്ഷേ ചില ആൾക്കാർക്ക് അതൊരു ഇൻകൺവീനിയൻസ് തന്നെ ആയിരിക്കും. എന്നാൽ ഈ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ യെസ്, ഇറ്റ് ഈസ് കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ടെർബോ പെട്രോൾ ആണ്. ബട്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോയത് കുറച്ച് നൂതന സാങ്കേതിക വിദ്യകളെ പറ്റി പറയാനുണ്ട്. ഈ 4 സിലിണ്ടർ 1.5 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷനിൽ 1.5 വരുന്ന MG ഹെക്ടറാണ് ഉള്ളത്. പിന്നെ XUV700 നോക്കുകയാണെങ്കിൽ 2 ലിറ്റർ ആണ് 4 സിലിണ്ടർ വരുന്നത്. 2 സ്ഥലത്തും ആൾക്കാർ കളിയാക്കിക്കൊണ്ട് തന്നെ പറയുന്നത് അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ലാത്ത 2 എഞ്ചിൻസ് ആണെന്നാണ് മിക്കവരും പറയാറ്. എന്നാൽ ഇവിടെ ടാറ്റ ഈസ് വെരി പ്രൗഡ്. അവർ 3 കാര്യങ്ങളാണ് ഈ എൻജിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈപ്പർ ക്വയറ്റ്, ഹൈപ്പർ പെർഫോമൻസ്, ഹൈപ്പർ എഫിഷ്യൻസി. ഹൈപ്പർ ക്വയറ്റിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഇപ്പോൾ കമ്പഷൻ സൈക്കിളാണെങ്കിലും ഓരോ സ്ഥലത്തും മാക്സിമം ക്വയറ്റ് എങ്ങനെ ആക്കാം, എൻജിൻ എങ്ങനെ മോർ റിഫൈൻഡ് ആക്കാം. സോ കമ്പഷൻ ലോ RPMത്തിലും ലോ കമ്പഷൻ ടൈമിൽ പോലും ഹൗ ടു ഗെറ്റ് മോർ അക്വാസ്റ്റിക് മെറ്റീരിയൽസ് എന്നാണ് അവർ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങളിലൊക്കെ കുറച്ച് റിബ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലെയിൻ ഷീറ്റ് കൊടുക്കാതെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും. അതുപോലെ തന്നെ അക്വാസ്റ്റിക് എലമെൻറ്റും കൂടും. ബട്ട് സ്റ്റിൽ അത്ര ഒരു ശബ്ദം, അരോചകമായിട്ടുള്ളൊരു ശബ്ദം ഒന്നും അകത്തേക്ക് വരുന്നില്ല. പ്രത്യേകിച്ച് ഗിയർ ബോക്സും ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ടോർക്ക് കൺവേർട്ടറാണ്. സോ അതിൻ്റെയും ശബ്ദം അങ്ങനെ മൊയച്ചു നിൽക്കുന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അതേപോലെ മൗണ്ടിങ് പോയിൻറ്റ്സും ടാറ്റ യൂസ് ചെയ്തിട്ടുള്ളത് സൗണ്ട് ഇൻസുലേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മൗണ്ടിങ് പോയിൻറ്റ്സ് ആണ് ടാറ്റ യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈപ്പർ പെർഫോമൻസ് ഇതിന് ഡ്രൈവബിലിറ്റി ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. വലിയൊരു SUV ആണ്, അപ്പോൾ പെർഫോമൻസും വേണം. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസിനെ ബാധിക്കാൻ പാടില്ല. സോ ഇതിനവർ ഒരുപാട് നൂതന ടെക്നോളജി അഗെയിൻ, അതായത് വേരിയബിൾ ആയിട്ടുള്ള ഡുവൽ ക്യാമാണ് കൊടുത്തിട്ടുള്ളത്, വേരിയബിൾ ആയിട്ടുള്ള വാൾവ് ടൈമിംഗ് ആണ് കൊടുത്തിട്ട്, വേരിയബിൾ ആയിട്ടുള്ള പിസ്റ്റൺ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഏത് പിസ്റ്റനാണോ കൂളിംഗ് വേണ്ടത് അതിന് സെലക്ട് ചെയ്തിട്ട് കൂൾ ചെയ്യാനുള്ള ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ വാഹനം എന്ന് പറയുന്ന ഈ ഹൈപ്പീരിയോൺ എഞ്ചിൻ BS7-നും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന WLTP സൈക്കിളിനും ഒക്കെ റെഡിയാണ്. ഓൾറെഡി 2025 തന്നെ അതൊക്കെ കണ്ടിട്ടാണ് ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി പെർഫോമൻസ് നോക്കുമ്പോൾ ആക്ച്വൽ നമ്പേഴ്സ് 170 PS ആൻഡ് 280 Nm ഓഫ് ടോർക്ക്. അതായത് സിയറിലെ സെയിം നമ്പർ അല്ല. നമുക്ക് ഒബ്വിയസ്ലി ഇത്ര വലിയ വണ്ടിയാണ്, വെയിറ്റ് കൂടും. CRH കുഞ്ഞൻ വണ്ടിയാണ്. ഇത് ആക്ച്വലി സഫാരി ആട്ടോ. സോ വെയിറ്റ് ഇസ് മോർ ദാൻ ദ ഹാരിയർ. അപ്പം അണ്ടർ പവേർഡ് ആവില്ലേ എന്നൊരു ശബ്ദം ഉണ്ടാവും. ബട്ട് കാല് കൊടുക്കുകയാണെങ്കിൽ ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ കാണിച്ചു തരാം കൃത്യമായിട്ട്. സോ ഇതിൽ 10 PS എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ 25 Nm ആണ് എക്സ്ട്രാ വരുന്നത്. അണ്ടർ പവർഡ് ആണോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നോ എന്ന് തന്നെ പറയാം. ടർബോ കിക്ക് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ഒരു VGT ടർബോ ആണ് വന്നിട്ടുള്ളത്. ഒരു വേരിയബിൾ ജോമെട്രി ടർബോ ആണ്. അത് ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ് ആണ്. നെക്സ്റ്റ് സെഗ്മെൻ്റ് ആണ് ഹൈപ്പർ എഫിഷ്യൻസി. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് കൂടിയാണ്. നമ്മുടെ നാട്ടിൽ മൈലേജ് ആണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ആൻഡ് പെട്രോളിന് ഇത്രയും വിലയൊക്കെ നിൽക്കുമ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. ബേജാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ARI ഫിഗർ പറയാനോ എനിക്ക് ഇന്നവർ തന്നിട്ടില്ല. പക്ഷേ ഇതവർ നാട്രാക്സ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർക്ക് അവിടെ കിട്ടിയിട്ടുള്ള മൈലേജ് എത്രയെന്ന് വെച്ചാൽ സഫാരിക്ക് 25ഉം ഹാരിയറിന് 25.9 kmpl. ഒബ്വിയസ്ലി ഇത് ട്രാക്ക് കണ്ടീഷൻസ് ആണ്. നമ്മളെ ഡേ ടു ഡേ ലൈഫ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ അതൊരിക്കലും പ്രതീക്ഷിക്കരുത്. ബട്ട് അച്ചീവബിൾ ആണ് എന്നുള്ള ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നത് തന്നെയുണ്ട്. പിന്നെ ഹൈപ്പർ എഫിഷ്യൻസിയിൽ വരുന്ന ബാക്കി ടെക്നോളജി കൊടുത്തിട്ടുള്ളത് ഓയിലിങ്ങിൻ്റെയും കൂളിങ്ങിൻ്റെയും ഭാഗമായിട്ടാണ്. നോർമൽ പെട്രോൾ ടെർബോ എഞ്ചിൻസ് ഒക്കെ സെഗ്മെൻറ്റിൽ വരുന്നത് ഓട്ടോ സൈക്കിളിലാണ്.
ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇത് വരുന്നത് മില്ലർ സൈക്കിളിലാണ്. ആൻഡ് മില്ലർ സൈക്കിളിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ 11.3 എന്ന് പറയുന്ന ദ ബെസ്റ്റ് കംപ്രഷൻ റേഷ്യോയിലാണ് ഇത് ബേൺ ചെയ്യുന്നത്. സോ ഫ്യൂവൽ പ്രോപ്പർലി ബേൺ ആവും, അതും ലെസ് ഹീറ്റിൽ ബേൺ ആവുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഈ ലൂബ്രിക്കേഷൻ ടെക്നോളജി അവർ പേറ്റൻറ്റ് വരെ ചെയ്തിട്ടുണ്ട് അവരുടെ എൻജിന് വേണ്ടിയിട്ട്. കാരണം ഇറ്റ്സ് അത്രയും ബ്രേക്ക് ത്രൂ ടെക്നോളജി ആണെന്നാണ് ടാറ്റ വിശ്വസിക്കുന്നത്. ഇനി ഫ്യൂവൽ മാത്രമല്ല എഫിഷ്യൻ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത്, ഓയിലും എഫിഷ്യൻ്റ് ആയിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. ഒരു വേരിയബിൾ ആയിട്ടുള്ളൊരു ഓയിൽ പമ്പും അങ്ങനത്തെ ടെക്നോളജി കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് ഇതിന് വരുന്നത്. ഇനി എക്സാക്ട് ഫ്യൂവൽ എഫിഷ്യൻസി അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ തൽക്കാലം എത്രയാണ് ഇതിൻ്റെ എഫിഷ്യൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി വൈ ഹാരിയർ പെട്രോൾ ഓവർ ദ ഡീസൽ? മെയിൻലി ഒറ്റ കാര്യം തന്നെയാണ്, റിഫൈൻമെൻറ്റ് ബെറ്ററാണ്, പവറും കുറവൊന്നുമല്ല. പവർ കുറവല്ല എന്നല്ല, എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം വണ്ടിയുടെ ഓവറോൾ വെയിറ്റും കുറയുന്നുണ്ട്. പിന്നെ ഈസ് ഓഫ് യൂസ്, പെട്രോളിനുള്ളൊരു ഈസ് ഓഫ് യൂസ്, DFൻ്റെ തലവേദന ഇല്ലായ്മ, അതൊക്കെ ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഓഡിയൻസിനെ കൂടെ എടുക്കും. ഡീസൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഞാനും അതിൽ പെട്ട ഒരാൾ തന്നെയാണ്. ടോക്ക് കേവ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. സോ ടാറ്റയുടെ ക്ലെയിം എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഉത്സാഹ കമ്മിറ്റിക്കാർക്ക് മാത്രമുള്ള ഒരു എൻജിനല്ല, എഫിഷ്യൻ്റ് ആയിട്ടും കൂടി സിറ്റിയിൽ തലവേദനകളും ബേജാറും ഒന്നും ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പെട്രോൾ എൻജിൻ ആണെങ്കിൽ ഹൈപ്പീരിയോൺ ഈസ് ദ ആൻസർ ഫ്രം ടാറ്റ. സോ ഒബ്വിയസ്ലി ഇത് അവർ ഡെവലപ്പ് ചെയ്തപ്പോൾ 1-2 വണ്ടികൾ മനസ്സ് കണ്ടിട്ട് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം എൻജിൻ ഒരു വലിയൊരു കോസ്റ്റാണ്, ചെറിയൊരു കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻ്റ് അല്ല. സോ CRL വന്നപ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാരിയറിൽ വരുന്നു. ബട്ട് ഹാരിയർ കൺസിഡറിങ് ദ ലാർജ് സൈസ്, ദ വെയ്റ്റ്, അതിന് 1.5 അണ്ടർ പവർഡ് ആവോ. കാരണം കോമ്പറ്റീഷനിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് അവിടെ കിട്ടാറുള്ളത്. ബട്ട് അവിടെ അതേപോലെ തന്നെ 2 ലിറ്റർ 2.2 ലിറ്റർ എഞ്ചിനൊക്കെ ആയിട്ട് വരുന്ന XUV 700 മറ്റൊരു ഭാഗത്തുണ്ട്. പക്ഷേ കോമ്പറ്റീഷനിലുള്ള പോരായ്മകൾ നോക്കുകയാണെങ്കിൽ രണ്ടിലും പെട്രോളിൽ വരുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ച് കുറവാണ്. ഒന്ന് കുറച്ച് അണ്ടർ പവേർഡും ആയിട്ടുള്ള 1.5 ആണ് ഹെക്ടറിൽ വരുന്നത്. ഇനി XUV 700 വരികയാണെങ്കിൽ റിയലി പവർഫുൾ, ബട്ട് ഫ്യൂൽ എഫിഷ്യൻസി ആ സംഭവമില്ല. സോ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഹെക്ടറിൽ ഡീസലിൻ്റെ കാര്യം എടുക്കുമ്പോൾ രണ്ടിലും ഒരു സിമിലർ പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് കാണും. കാരണം ഈ രണ്ട് വാഹനത്തിലുള്ള ഡീസലും സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിയറ്റിൽ നിന്നാണ്. സോ ആ ഒരു സിമിലാരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഹെക്ടറിലുള്ള ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ഓട്ടോമാറ്റിക് ഇല്ലാത്ത ഡീസലാണ്. സഫാരി ആൻഡ് ഹാരിയറിന് എന്നുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതിൽ എപ്പോഴും ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവൽ ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ CRI വരുമ്പോൾ ടെർബോ പെട്രോൾ ഈ എൻജിൻ 1.5 ഹൈപ്പീരിയോൺ, എൻ്റെ കൂടെ ഒരു മാനുവൽ വരുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനുവൽ വേണം ഈ എൻജിൻ്റെ കൂടെ എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് നിങ്ങൾ വരേണ്ടത്. ദിസ് ഈസ് ദ വൺ യു ഹാവ് ടു ബൈ. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഒന്ന് കാലും എടുത്ത് നോക്കാം. Oh yeah. Yes, that was nice. ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്? ഇത് നോട്ട് ദ മോസ്റ്റ് റിഫൈൻഡ്, അതായത് ഈ സെഗ്മെൻറ്റിലുള്ള ഏറ്റവും നോയ്സ് ഉണ്ടാക്കാത്ത, ഏറ്റവും ശബ്ദം വൈബ്രേഷൻ ഒന്നും ഉണ്ടാക്കാത്ത എഞ്ചിനല്ല. കുറച്ച് വൈബ് ഉണ്ട്, നമ്മൾ കാല് കൊടുക്കുമ്പോൾ കുറച്ച് ശബ്ദത്തേക്ക് കേൾക്കാം, അല്ലെങ്കിലും ഐഡിൽ ചെയ്യുമ്പോഴും ശബ്ദത്തേക്ക് കേൾക്കാം. ബട്ട് അരോചകമായിട്ടുള്ള ശബ്ദമാണോ? അല്ല. ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ടോ? അല്ല. ബെറ്റർ ദാൻ ഡീസലാണോ? അതെ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പെട്രോൾ ഓപ്ഷൻ ഒരുപാട് ന്യൂ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യപ്പെടുന്ന ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ് ടു എക്സ്പീരിയൻസ് ഓർ ബൈ ടാറ്റ ഹാരിയർ ആൻഡ് സഫാരി. അതുപോലെ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ് ഒരു പുതിയ എഞ്ചിനാണ്. ഇതിൽ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് നമുക്കറിയില്ല, അത് കാലം മാത്രമേ തെളിയിക്കൂ. ബട്ട് വി ക്യാൻ വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് ഹോപ്പ്. ടാറ്റ ശരിക്കും ഇത് വളരെ വെൽ മാനേജ്ഡ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത് നമുക്ക് വിശ്വസിക്കാം. നമ്മളും ചില എറേഴ്സും ബഗ്സൊക്കെ ടാറ്റ കാർസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ പുറത്ത് വരുമ്പോഴത്തേക്കും ഹെക്ടറും ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്കൊരു കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും നമ്മളെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക താഴത്ത്. വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു മേക്ക് ഇറ്റ്. സോ വീഡിയോയുടെ കൺക്ലൂഷനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇത് പുതിയ കാറാണോ? അല്ല. പക്ഷേ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണോ തരുന്നത്? ഡെഫിനറ്റ്ലി യെസ്. പുതിയ കസ്റ്റമേഴ്സ് ഇതിനെ കൺസിഡർ ചെയ്യുമോ? ഓൾസോ യെസ്. ഇന്ന് വരെ കൺസിഡർ ചെയ്ത ഡൽഹിക്കാരും നമ്മുടെ നാട്ടിലെ പേടിക്കാരും ഹാപ്പി ആവോ? ഓൾസോ യെസ്. ഇനി ഇതിൻ്റെ വിലയാണ് അറിയാനുള്ളത്. അത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി വില വരികയാണെങ്കിൽ ഞാൻ താഴെ കമൻസിൽ എന്തായാലും രേഖപ്പെടുത്താം. സോ ഒരു കംപ്ലീറ്റ് വേർഡിക്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. മനുഷ്യൻ്റെ കാര്യത്തിൽ ഹാർട്ടിനെ പറ്റി പറയുന്ന പോലെ വണ്ടിയുടെ കാര്യത്തിൽ ദ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് അതിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിൻ മാറിയാൽ തന്നെ അതിൻ്റെ ക്യാരക്ടർ തന്നെ മാറും, അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ബാക്കി ദൂഷ്യങ്ങളും ഒക്കെ മാറും. അപ്പോൾ ലുക്ക് നന്നായി മാത്രം പോരല്ലോ, മനുഷ്യനാണെങ്കിലും വണ്ടിയാണെങ്കിലും.
അപ്പോൾ ഇനി നിങ്ങളിത് കൺസിഡർ ചെയ്യോ എന്ന് താഴെ കമൻറ്റ്സിൽ എന്തായാലും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അത് വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിലും കമൻറ്റ്സിൽ അറിയിക്കുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ നിഹാൽ റാഷിദ്, സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.